നമസ്കാരം. ആരോഗ്യം ആനന്ദം പരിപാടിയിലേക്ക് സ്വാഗതം. ലോക ആരോഗ്യ ദിനമെന്നും ഈ വർഷത്തെ തീം എന്താണ് MDMA? നമ്മുടെ കുട്ടികളുടെ മനസ്സിലും ശരീരത്തിലും ഇത് ചെയ്യുന്നതെന്ത്? ചൂട് കൂടുമ്പോൾ പല അസുഖങ്ങളും വരാം. ഇവയെ എങ്ങനെ നേരിടാം? ആരോഗ്യമാനന്ദത്തിന്റെ ഈ എപ്പിസോഡിലൂടെ നമ്മൾ ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് MDMA? പത്രമെടുത്ത് നോക്കിയാൽ MDMAയുമായി യുവാക്കൾ പിടിയിൽ അല്ലെങ്കിൽ യുവാവ് പിടിയിൽ ഇങ്ങനെ ഒരു വാർത്തയെങ്കിലും ദിവസവും കാണും. ഇത് ലഹരിയാണെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മുടെ കുട്ടികളുടെ ശരീരത്തിലും മനസ്സിലും ഇതെന്താണ് ചെയ്യുന്നത്? എന്തൊക്കെ ലക്ഷണങ്ങളാണ് കുട്ടികൾ കാട്ടുന്നത്? ഇതേക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ഇന്നുള്ളത് കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ആൻഡ് നിയോനറ്റോളജിസ്റ്റ് ഡോക്ടർ സൗമ്യ സരിനാണ്. നമുക്ക് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. നമ്മളിപ്പോ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് MDMA എന്നായിരിക്കും, അല്ലെ? എവിടെ ഇപ്പൊ ന്യൂസ് ചാനൽ തുറന്നാലും സോഷ്യൽ മീഡിയ തുറന്നാലും MDMA ഇല്ലാത്ത അല്ലെങ്കിൽ അത് കേൾക്കാത്ത ഒരു ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഉണ്ടാവുന്നില്ല. MDMA ആയിട്ട് യുവാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, MDMA കഴിച്ച യുവാവ് അല്ലെങ്കിൽ യുവതി അത് ചെയ്തു ഇത് ചെയ്തു, അങ്ങനെയുള്ള പല പല വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ബേസിക് ആയിട്ട് എന്താണ് ഈ MDMA എന്നുള്ളതും എന്താണ് ഇത് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് എന്നുള്ളതും ഇതുകൊണ്ടുണ്ടാവുന്ന ശാരീരിക പ്രശ്നങ്ങൾ. ഇപ്പോ കഴിഞ്ഞ ആഴ്ചയാണ് MDMA വിഴുങ്ങിയിട്ട് ഒരു യുവാവ് മരിച്ചു, അല്ലെ? അതായത് പോലീസിനെ കണ്ട സമയത്ത് MDMA വിഴുങ്ങിയതാണ്, ആ യുവാവ് മരണപ്പെട്ടു. അപ്പോ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എത്രത്തോളം അപകടകാരിയാണ് ഈ ഒരു പദാർത്ഥം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണ് MDMA എന്നുള്ളതും എന്താണ് ഇത് നമ്മുടെ ശരീരത്തിനോട് ചെയ്യുന്നത് എന്നുള്ളതും എങ്ങനെയാണ് ഇത് മരണത്തിൽ കലാശിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പൊ MDMA എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ലഹരി പദാർത്ഥമാണ്. ഇപ്പൊ കഞ്ചാവ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ലഹരി പദാർത്ഥമാണ്, അല്ലെ? നമുക്ക് ചെടിയായിട്ടൊക്കെ വളർന്നു വരുന്നതാണ്. പക്ഷേ MDMA ഉണ്ടാക്കിയെടുക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ലഹരി പദാർത്ഥമായിട്ട് പറയുന്നത്. ഇതിന് പല പേരുകളുണ്ട്, എക്സ്റ്റസി, മോളി എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകൾ ഇതിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ, അത് നമ്മൾ അറിയേണ്ട കാര്യമല്ല. പിന്നെ ഇതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത് ബാക്കിയുള്ള ലഹരി പദാർത്ഥത്തെക്കാൾ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതിനും ഉത്തരവുണ്ട്. കാരണം ഇത് ഓറലി എടുക്കാവുന്ന രൂപത്തിൽ, നമുക്ക് ഭക്ഷണം അല്ലെങ്കിൽ വായിലൂടെ കഴിക്കാവുന്ന രൂപത്തിലാണ് ഇത് പലപ്പോഴും വരുന്നത്, ടാബ്ലറ്റുകളായിട്ട് അല്ലെങ്കിൽ ക്രിസ്റ്റൽ രൂപത്തില്. അപ്പോ ഇപ്പോ കൊക്കൈനൊക്കെ ഉപയോഗിക്കുന്ന പോലെ പൊടി ഇങ്ങനെ മൂക്ക് കൂടെ വലിച്ചു കയറ്റാതെ നമ്മൾ സിനിമയിലൊക്കെ കണ്ട പോലെ അത്രയൊന്നും ബുദ്ധിമുട്ടുകളില്ല ഇതിന്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുക, ഇതൊന്നും വേണ്ട. സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന പോലെ നമുക്ക് വായിലൂടെ കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടുകൂടിയാണ് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ വളരെ ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും, വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റും എന്നുള്ളത് കൊണ്ട് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതെന്താണ് നമ്മുടെ ശരീരത്തിനോട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ പോലെ ഇത് മിഥൈൽ എൻഡയോക്സി മെത്താംഫീറ്റമിൻ എന്ന് പറയുന്ന ഒരു വസ്തുവാണ്. അപ്പൊ ഈ ആംഫീറ്റമിൻ എന്ന് പറയുന്ന എല്ലാ പദാർത്ഥങ്ങളും സ്റ്റിമുലന്റുകളാണ്. അതായത് അത് നമ്മുടെ ശരീരത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ശരീരത്തിനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവ വ്യവസ്ഥകളെയും, ഇപ്പൊ കാർഡിയോവാസ്കുലർ സിസ്റ്റം, GI ട്രാക്ട്, അങ്ങനെ നമുക്ക് എന്തൊക്കെ അവയവങ്ങളുണ്ടോ അതിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ഈ ആംഫീറ്റമിൻസ് ചെയ്യുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും പ്രവർത്തനം ഭയങ്കരമായ ത്വരിതഗതിയിലാവും. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, നമ്മൾ സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അത് മാത്രമല്ല, ആകെ മൊത്തം മൂഡ് എലിവേറ്റഡ് ആവും. നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വായിലൂടെ കഴിച്ചത് നമ്മുടെ അന്നനാളത്തിൽ ആമാശയത്തിലൊക്കെ എത്തി ദഹനം തുടങ്ങുന്നത് ഏകദേശം 45 മിനിറ്റ് ആവുമ്പോഴാണ്. അപ്പോൾ കഴിച്ചൊരു 30-45 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിന്റെ ഇഫക്റ്റ് തുടങ്ങും. ഇതൊരു 3 മുതൽ 6 മണിക്കൂർ വരെ ഇതിന്റെ ഇഫക്റ്റ് നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ എന്താ നമുക്ക് തോന്നുക? നമ്മുടെ മൂഡ് ആകെ മൊത്തം അങ്ങ് എന്താ പറയാ എലിവേറ്റഡ് ആവും. നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ പോകുന്ന പോലെ തോന്നും. പിന്നെ നമുക്ക് ആകെ ഹാർട്ട് ബീറ്റ് കൂടും, BP കൂടും, BP ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഇതൊന്നും ആക്ച്വലി നമ്മൾ ഈ ഉപയോഗിക്കുന്ന ആൾ അറിയുന്നുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് ഇഫക്റ്റുകളാണ് ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള ഹാർട്ട് ബീറ്റ് കൂടുക, BP ഫ്ലക്ച്വേഷൻസ് വരിക, ഭയങ്കരമായി സ്വെറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സൈഡ് എഫക്റ്റുകൾ അതിന്റെ കൂടെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഉപയോഗിക്കുന്ന ആൾക്ക് തോന്നുന്നത് താനിങ്ങനെ ഒരു പരമാനന്ദം അനുഭവിക്കുന്ന പോലെ ഒരു ഫീല് അവർക്ക് ഇതിന്റെ ആദ്യത്തെ ഉപയോഗത്തിൽ തോന്നും. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണ്? ഇത് ഒരു ഉപയോഗത്തിൽ ഇങ്ങനെ ഒരു നല്ല ഫീല് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നിർത്തില്ല, അല്ലെ? അത് നമ്മൾ അഡിക്റ്റഡ് ആവും. അങ്ങനെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന്റെ അളവും, എത്ര തവണ ഉപയോഗിക്കുന്നു എന്നുള്ളതും കൂടും, ഉപയോഗിക്കുന്നതിന്റെ അളവും കൂടും. അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ പറയുന്ന, ഞാൻ മുന്നേ പറഞ്ഞ എല്ലാ നെഗറ്റീവ് ഇഫക്റ്റുകളും കൂടും. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒരു പാക്കറ്റ് കഴിച്ച ആള് മരിച്ചത്? ഇതിന്റെ അളവ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അളവ് കൂട്ടിയാലേ നമുക്ക് ആ ഒരു ഇഫക്റ്റ് കിട്ടാൻ തുടങ്ങും. കാരണം നമ്മുടെ ബോഡി അതിനോട് അങ്ങനെ
താതാത്മ്യം പ്രാപിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി അതിനോട് അഡ്ജസ്റ്റഡ് ആവും. ചെറിയ ചെറിയ ഡോസിലൊന്നും നിങ്ങൾക്ക് മുമ്പ് കിട്ടിയിരുന്ന ആ ഒരു സുഖം കിട്ടാത്ത അവസ്ഥ വരും. അപ്പൊ എന്താ പറ്റുക? ഇടയ്ക്കിടയ്ക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. ഉപയോഗിക്കുന്ന അളവും നമ്മൾ കൂട്ടി തുടങ്ങും. അളവ് കൂട്ടി ഒരു അവസ്ഥ എത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്, അതായത് ഹൃദയത്തിനൊക്കെ പമ്പിങ് ഭയങ്കരമായിട്ട് ത്വരിതഗതിയിലാവല്ലേ. അതുകൊണ്ടാണ് നമുക്ക് പാൽപിറ്റേഷനും ഹൃദയമിടിപ്പൊക്കെ കൂടുന്ന പോലെ തോന്നുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ ഹൃദയത്തിന് ഒരു പരിധിയുണ്ട്, എല്ലാ അവയവങ്ങൾക്കും ഒരു പരിധിയുണ്ട് അല്ലെ. അപ്പോ ഇത് കഴിയുമ്പോൾ ഹൃദയം പലതരത്തിലുള്ള അരിത്മിയാസ്, ഹൃദയത്തിന്റെ മിടിപ്പുകളിൽ വ്യത്യാസം വരും. ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ ഹൃദയസ്തംഭനം സംഭവിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇത് ഈ പറയുന്ന MDMA എന്ന് പറയുന്ന പദാർത്ഥം തുടക്കത്തിൽ ഒരു നല്ല ഫീല് തന്ന് പതുക്കെ ആ ഫീല് പിന്നെയും വേണം എന്നുള്ള ഒരു ചിന്ത ഈ ചെറുപ്പക്കാരിൽ ഉണ്ടാക്കി, അത് വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാക്കി, അതിന്റെ അളവ് കൂട്ടി ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന പോലെ, അതായത് അവർ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആവുകയാണ്. അവരുടെ റിയാലിറ്റിയിൽ നിന്ന് അവർ കട്ട് ഓഫ് ആവുകയാണ്. അപ്പൊ എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണോ നമ്മളിത് ഉപയോഗിക്കുക. അപ്പൊ ആ റിയാലിറ്റിയിൽ നിന്ന് കട്ട് ഓഫ് ചെയ്ത് നമ്മളെ വേറെ ഒരു രോഗത്തെ എത്തിക്കുന്ന പോലെ ഒരു ഫീല് ഇത് നമുക്ക് തരുന്നു. ഇതൊരു യൂഫോറിക് ഫീലാണ് തരിക, അതായത് ഒരു പരമാനന്ദം ഫീല്. ഓക്കെ, പക്ഷേ ഇതൊന്നും റിയൽ അല്ല. കാരണം നമുക്ക് ആ റിയാലിറ്റിയിൽ നിന്ന്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ പലപ്പോഴും യാതൊരു പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, പല കാര്യങ്ങൾ, അതായത് സ്ഥലകാലബോധമില്ലാതെ പെരുമാറുക ഒക്കെ ചെയ്യുന്നത്. കാരണം അവർ ആ റിയാലിറ്റിയിൽ നിന്ന് കട്ടാണ്. തനിക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളതിൽ നിന്ന് അവർ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്ന ആളുകൾ പല കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതും പല നിയമം തെറ്റിക്കുന്നതും അങ്ങനെ പല പ്രശ്നങ്ങളിൽ പോയി ചാടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് MDMA, ഇതാണ് നമ്മുടെ ശരീരത്തിനോട് ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മക്കൾ പ്രത്യേകിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയാണ് നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവുക? നമ്മുടെ മക്കളിലുള്ള പെട്ടെന്നുള്ള സ്വഭാവ വ്യതിയാനങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. കാരണം അവര് കുറച്ച് സീക്രട്ടീവ് ആവുന്നു, ഭയങ്കരമായിട്ട് പ്രിവസി വേണം എന്ന് പറയുന്നു. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു, പെട്ടെന്ന് സന്തോഷിക്കുന്നു, പെട്ടെന്ന് സങ്കടപ്പെടുന്നു. അങ്ങനെ നോർമൽ അല്ലാത്ത രീതിയിൽ അബ്നോർമലായിട്ട് പെട്ടെന്നുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ സ്വഭാവത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല, എന്റെ കുട്ടി നല്ല കുട്ടിയാണെന്നുള്ള വിശ്വാസത്തിലൊന്നും ഇരിക്കാതെ ഏത് തരത്തിലുള്ള ഹെൽപ്പാണോ വേണ്ടത് ആ ഹെൽപ്പ്, അത് നിയമപരമായിട്ടായിരിക്കാം, മെഡിക്കൽ ആയിരിക്കാം, സൈക്കോളജിക്കൽ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളത് തേടുക തന്നെ വേണം കേട്ടോ. അപ്പൊ അതിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ മക്കളുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന വ്യതിയാനങ്ങൾ അതെന്താണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ ഒരിക്കലും കാണാതെ പോകരുത് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു ടോക്ക്. അപ്പോൾ MDMA എന്താണെന്നും അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അപകടം എന്താണെന്നുള്ളതും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്തെത്തിക്കും. ബൈ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മൽ, ജലദോഷം എന്നിവ തോന്നാറുണ്ടോ? അല്ലെങ്കിൽ പൊടിയടിക്കുമ്പോൾ തുമ്മൽ വരികയോ അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരികയോ ചെയ്യാറുണ്ടോ? നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്നറിയാൻ 4 പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ ചെയ്യണം. അതേക്കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തരാൻ നമ്മളോടൊപ്പമുള്ളത് ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ഡോക്ടർ അപർണ ഗോപകുമാറാണ്. നമുക്ക് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. അലർജി ഉള്ളവർ നിർബന്ധമായും ചെയ്തിരിക്കേണ്ടത്, അല്ലെങ്കിൽ അലർജി ഉണ്ടോ എന്ന് സംശയമുള്ളവർ ഇനിഷ്യൽ സ്റ്റേജിൽ ചെയ്യേണ്ട 4 ടെസ്റ്റുകളാണുള്ളത്. 1 CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, 2 IgE ഇമ്മ്യൂണോഗ്ലോബുലിൻ E, 3 AEC അബ്സല്യൂട്ട് ഈസ്നോഫിൽ കൗണ്ട്, 4 വൈറ്റമിൻ D. ഈ 4 ടെസ്റ്റുകളും തീർച്ചയായും ചെയ്തു നോക്കേണ്ടതാണ്. ചൂടുകാലത്ത് ഒരുപാട് അസുഖങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. സൂര്യരശ്മികൾ കാരണമുള്ള അലർജികൾ, ടാൻ മുതലായ ത്വക്ക് രോഗങ്ങൾ ഇവയെല്ലാം വരാം. സൺസ്ക്രീൻ എഫക്റ്റീവ് ആണോ? വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളായിട്ട് ചെയ്യാൻ ഉണ്ടോ? ഇതേക്കുറിച്ച് കൂടുതൽ വിശദമായി പറയാൻ നമ്മളോട് കൂടിയുള്ളത് SUT ഹോസ്പിറ്റൽ പട്ടം ജനറൽ മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ സിനു ജയപ്രസാദ് ആണ്. നമുക്ക് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ സിനു ജയപ്രസാദ്, SUT പട്ടം ഹോസ്പിറ്റലിന്റെ കൺസൾട്ടിംഗ് ഫിസിഷ്യനാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വേനൽക്കാല രോഗങ്ങളെ കുറിച്ചാണ്. മാർച്ച് മാസം തുടങ്ങി പലയിടത്തും ഉയർന്ന താപനില രേഖപ്പെടുത്തി തുടങ്ങി. ചൂട് കൂടും തോറും പല അസുഖങ്ങൾ പടരുന്നു. ഇതിൽ ദേഹത്തുണ്ടാവുന്ന ചുമന്ന പാടുകൾ തൊട്ട് വയറിളക്കം, ഹെപ്പറ്റൈറ്റിസ് എന്നിവ അസുഖങ്ങളാവാം. കൂടുതലായും കണ്ടുവരുന്നത് ശരീരത്തിൽ വരുന്ന പാടുകളും ചൊറിച്ചിലുമാണ്. അമിത നേരം വെയിലത്ത് നിൽക്കുമ്പോൾ ചർമ്മത്തിൽ പതിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികൾ കാരണം ദേഹത്ത് ചുമന്ന പാടുകളും ചൊറിച്ചിലും ചെറിയ കുമിളകളും വരാം. ഇത് അമിത നേരം നിൽക്കുമ്പോൾ ചിലവരിൽ ദേഹവേദന, ഛർദില്, ബോധക്ഷയം എന്നിവ അനുഭവപ്പെടാം. ഇത് സൂര്യാഘാതം കാരണമാണ്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രി എത്തിക്കുകയും ചെയ്യണം. ഇനി വേനൽക്കാലത്ത് നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ
തൊപ്പിയോ കൊടയോ ഉപയോഗിക്കുക. അമിതമായ വെയിൽ ഉണ്ടെങ്കിൽ കഴിവതും ഇറങ്ങാതെ നോക്കുക. സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ കോട്ടൺ ഡ്രസ്സുകൾ ഇടുക. അടുത്തതായി കാണപ്പെടുന്നത് വയറിളക്ക രോഗങ്ങളാണ്. ശുചിത്വരഹിതമായ ഭക്ഷണവും വെള്ളവും കഴിക്കുമ്പോൾ വയറിളക്കം, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ അങ്ങനെ രോഗങ്ങൾ വരാം. ശുദ്ധജലത്തിന്റെ ലഭ്യതക്കുറവും വൃത്തിഹീനമായ ആഹാരം സൂക്ഷിക്കുന്നത് കാരണം അണുബാധ വളരുകയും അത് നമ്മൾ കഴിക്കുന്നതോറും നമുക്ക് അസുഖം വരുന്നു. പാകം ചെയ്ത ഭക്ഷണം അറ്റ്മോസ്ഫിയറിന്റെ താപവ്യതിയാനം കാരണം പെട്ടെന്ന് ചീത്തയാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് പാകം ചെയ്ത ഭക്ഷണം എത്രയും പെട്ടെന്ന് കഴിക്കുക. കൂടുതൽ നേരം വെളിയിൽ വെക്കാതെ നോക്കുക. കഴിവതും ഹോട്ടൽ ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക. പറ്റതും വീട്ടിൽ ശുദ്ധജലത്തിൽ ഉണ്ടാക്കിയ ആഹാരം കഴിക്കുക. അടുത്തായി കാണപ്പെടുന്ന രോഗങ്ങളാണ് ചിക്കൻ പോക്സ്, മീസിൽസ്, മുണ്ടുനീർ. ഇവ അസുഖങ്ങൾ വരുമ്പോൾ ദേഹത്ത് പനി, ദേഹവേദന, പിന്നെ മുണ്ടുനീരാണെങ്കിൽ സലൈവറി ഗ്രന്ഥികളിൽ വീക്കം, മീസിൽസ് ആണെങ്കിൽ ദേഹത്ത് ചുമന്ന പാടുകൾ, ചിക്കൻ പോക്സ് ആണെങ്കിൽ ദേഹത്ത് ചെറിയ കുമിളകൾ വരികയും ചെയ്യും. ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക. പിന്നെ ഗുളികകൾ കഴിക്കുക. ധാരാളം വെള്ളവും കുടിക്കണം. ഇങ്ങനത്തെ രോഗികളെ പരിചരിക്കുന്ന ആൾ ഈ രോഗിയുടെ സ്രവങ്ങൾ കാരണവും രോഗമുള്ള ആളുടെ അടുത്ത് പോകുമ്പോൾ അയാളുടെ സ്രവങ്ങളുമായി സമ്പർക്കവും ഉച്ഛ്വാസ വായിലൂടെ അണുക്കൾ ശ്വസിക്കുകയും ചെയ്യുന്നതോടെ ഈ അസുഖം പടരും. അതുകൊണ്ട് രോഗിയെ നോക്കുന്ന ആൾ മാസ്ക് ധരിക്കുക. നോക്കിക്കഴിഞ്ഞ് കൈയും സോപ്പിട്ട് കഴുകിയിട്ട് വേണം ഭക്ഷണം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തൊടാൻ വേണ്ടി. അടുത്തതായിട്ട് കാണപ്പെടുന്നതാണ് നേത്രരോഗങ്ങൾ. ഇതിൽ ചെങ്കണ്ണ്, കണ്ണിന്റെ ചുവപ്പ്, അലർജി, വളർച്ച എന്നിവ ഉൾപ്പെടും. ചെങ്കണ്ണ് പെട്ടെന്ന് പടരുന്ന ഒരു അസുഖമാണ്. രോഗിയുടെ സ്രവങ്ങൾ നമ്മളെ കൈയിൽ പറ്റുകയും നമ്മൾ അത് അറിയാതെ കണ്ണിൽ തൊടുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് പടരും. അതുകൊണ്ട് ഈ വേനൽക്കാലത്ത് നമ്മൾ കൈ എപ്പോഴും സോപ്പിട്ട് കഴുകിയിട്ട് വേണം ആഹാരം കഴിക്കുകയും അല്ലെങ്കിൽ നമ്മൾ മുഖത്ത് തൊടുകയും ചെയ്യുക. 2 നേരവും മുഖം സോപ്പിട്ട് കഴുകുക. വേനൽക്കാലത്ത് നമ്മൾ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ: 1, വെയിൽ കൂടുതലാണെങ്കിൽ കഴിവതും വീട്ടിൽ ഇരിക്കാൻ നോക്കുക. അഥവാ വെളിയിൽ ഇറങ്ങുവാണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. കുടകൾ, തൊപ്പി എന്നിവ യൂസ് ചെയ്യുക. അയഞ്ഞ കോട്ടൺ ഡ്രസ്സുകൾ ഇടുക. ധാരാളം വെള്ളം കുടിക്കണം. ദിവസേന 2 നേരം കുളിക്കണം. ഇനി അസുഖങ്ങളായിട്ട് ഛർദില്, വയറിളക്കം, ദേഹത്ത് വരുന്ന ചെറിയ പാടുകൾ അങ്ങനെ വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക. അതിനുള്ള ഗുളികകളും കഴിക്കുക. കഴിവതും ഹോട്ടൽ ആഹാരങ്ങൾ ഒഴിവാക്കുക. വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം തന്നെ കഴിക്കുക. വീട്ടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ഹെൽത്തി ബിഗിനിങ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. ഇതാണ് ഇപ്രാവശ്യത്തെ തീമായി ലോകാരോഗ്യ സംഘടന നിശ്ചയിച്ചിരിക്കുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി നമ്മുടെ കൂടെ ഉള്ളത് പട്ടം SUT ഹോസ്പിറ്റൽ CEO ആയ കേണൽ രാജീവ് മണ്ണാലിയാണ്. അദ്ദേഹത്തിന് എന്താണ് പറയാൻ ഉള്ളതെന്ന് നോക്കാം. ലോക ആരോഗ്യ ദിനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആദ്യമായി ഈ അവസരത്തിൽ FCTയുടെ എല്ലാ ജീവനക്കാർക്കും അഭ്യുദയകാംക്ഷികൾക്കും ഞാൻ ഹൃദയം നിറഞ്ഞ ലോകാരോഗ്യ ദിന ആശംസകൾ അർപ്പിക്കുന്നു. ഈ വർഷത്തെ തീം ഹെൽത്തി ബിഗിനിങ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നാണ് ലോക ആരോഗ്യ സംഘടന കൊടുത്തിരിക്കുന്ന തീം. ഈ തീം വളരെ അർത്ഥവത്താണ്. ഇത് എങ്ങനെ വേണമെങ്കിൽ നമുക്കത് പിന്നെ കാണാം. തുടക്കം മുതലേ, അതായത് ഒരു കുട്ടി ജനിക്കുന്നത് മുതലേ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, അവബോധം ഉണ്ടാക്കണം. സമയമാകുമ്പോൾ തുടർന്ന് അങ്ങോട്ടത് അതിന് തന്നെ തുടരണം. ആൻഡ് ഒരു ഫ്യൂച്ചർ വളരെ മംഗളകരമായിരിക്കും എന്നുള്ള കാര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലായാലും ഒരു ആരോഗ്യകരമായ ജീവിതം പടുത്തുയർത്തുന്നതിന് സാധിക്കുകയാണെങ്കിൽ അത് ഭാവി സുരക്ഷിതമാക്കും എന്നൊരർത്ഥം കൂടെ വേണമെങ്കിൽ നമുക്കിതിൽ മെനഞ്ഞെടുക്കാം. എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്, ആരോഗ്യം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് ആലോചിക്കാറുള്ളത്. ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും രണ്ടും പ്രാധാന്യമർഹിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതിന് രണ്ടും ഏതാണ്ട് തുല്യ പ്രാധാന്യമാണ്
ഒരു പക്ഷേ മാനസികാരോഗ്യത്തിനാണ് കുറച്ചും കൂടെ മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന് കരുതുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഈ ആരോഗ്യത്തെക്കുറിച്ച് ഇനി ചിന്തിക്കുമ്പോഴെല്ലാം മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും നമ്മൾ ഒരുമിച്ച് കാണണം. അത് രണ്ടിനെയും എങ്ങനെ വളർത്തിയെടുക്കാമെന്നതിനെ കുറിച്ച് ആലോചിക്കണം. നമ്മളെ ഇന്ന് ലോകത്തെ തന്നെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ പ്രതിരോധിക്കുന്നതിലാകട്ടെ നമ്മുടെ ശ്രദ്ധ കൂടുതലും നമ്മൾ ചെലുത്തുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡിസീസസിനെ പ്രതിരോധിക്കാൻ ഒരു നല്ല ജീവിതം, അതായത് ഒരു വ്യായാമം അത്യാവശ്യമാണ്. അതുപോലെ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ പോസിറ്റീവ് തോട്ട്സ് എപ്പോഴും മനസ്സിൽ വളർത്തേണ്ടതുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച ജീവിതം പൂർണ്ണമായും ഒരു സന്തുഷ്ടകരമായ ജീവിതം ചിലവഴിക്കാൻ നമുക്ക് കഴിയും. അതിലേക്കാവട്ടെ നമ്മുടെ ശ്രദ്ധ. ഈ ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്ന തീം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ചുറ്റും കാണുന്ന അനാരോഗ്യകരമായ പ്രവണതകളെ ചെറുക്കാനും പറ്റുന്നിടത്തെല്ലാം ഈ അവബോധം പടർത്താനും ശ്രമിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ആരോഗ്യമാനത്തത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓരോ രോഗാവസ്ഥയെക്കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കാനാണ് ഈ പരിപാടി. കാത്തിരിക്കുക മറ്റൊരു എപ്പിസോഡിനായി അടുത്ത ആഴ്ച ഇതേ സമയം. നന്ദി, നമസ്കാരം.